അപ്പോൾ നമ്മുടെ മലായ് പനീർ കബാബ് വിത്ത് വെർമിസിലി റൈസ് റെഡിയാണ്. നമുക്കിത് ടേബിളിൽ കൊണ്ടുവയ്ക്കാം എന്തായാലും. അപ്പോൾ അതിന് മുമ്പ് അടുത്തൊരു ഡിഷ് എന്ന് പറയുന്നത് കുറച്ച് മലയാളീകരിച്ച ഒരു നൂഡിൽസ് ആണ്. കേരള നൂഡിൽസിനാണ് അതുകൊണ്ട് പേരിട്ടിരിക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു പൊന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ല, പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി. എന്താണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ യൂഷ്വലി എല്ലാ ദിവസവും? നോർമലി അവർക്ക് ഞാൻ ഇടയ്ക്ക് കൂടുതലൊക്കെ പൊട്ടറ്റോ റൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാകുമ്പോ പിന്നെ അതാണല്ലോ നമ്മുടെ ഓക്കെ അപ്പൊ അതാകുമ്പം അവൾ കൊണ്ടുപോകും. അതെ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് വെറുതെ നൂഡിൽസ് കഴിച്ചാൽ അങ്ങനെ കൊടുത്താൽ മതി. വേറെ കൂടുതലായിട്ട് അതിനകത്ത് എരിവൊന്നും അധികം കക്ഷിക്ക് വേണ്ട. ഈ ഡിഷിന് നമുക്ക് എരിവൊക്കെ നമുക്ക് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും എനിക്കിന്ന് അനീഷ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കി തരണം കേട്ടോ. നമ്മുടെ റെസിപ്പി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്താണെന്ന് കാണാൻ. അതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ആയതുകൊണ്ട് അമ്മമാരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കേരള നൂഡിൽസിനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിക്കും ഉപയോഗിക്കുന്ന പൊടികളും പച്ചക്കറികളുമാണ് ഈ നൂഡിൽസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നൂഡിൽസ് മാത്രമാണ് നമ്മൾ പുറത്തുകൊണ്ട് മേടിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം ക്യാബേജ് ഉണ്ട്, സ്പിനച്ച് ഉണ്ട്, ചീര, പിന്നെ സവാള, മല്ലിയില, പച്ചമുളക്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ക്യാരറ്റും ടൊമാറ്റോ, പിന്നെ മുട്ട, കടുകാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. ആ മലയാളി ഫീൽ കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി ആ നൂഡിൽസിന് അതാണ്. അപ്പോൾ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ ഇവിടെ കിച്ചൺ ശ്രദ്ധിച്ചോ? എങ്ങനെയുണ്ട് എൻ്റെ കിച്ചൻ്റെ പൊതുവെയുള്ള ഒരു പ്രസന്റേഷൻ കണ്ടിട്ടുണ്ട്? സൂപ്പർ ആയിട്ട് മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ്. കളർഫുള്ള് മാത്രമല്ല, ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഈ എന്താ പറയുക ചപ്പാത്തിയൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഇതിന് മേലെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തുന്നതൊക്കെ ചില സമയത്ത്. കാരണം അത്രയും ക്ലീൻ ആയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നതൊക്കെ ആന്റി ബാക്ടീരിയൽ എക്സും ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതും പാത്രങ്ങളാണെങ്കിലൊക്കെ അങ്ങനെയാണ്. ഈവൻ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ പോലും നമ്മൾ കുട്ടികൾ തിരിച്ച് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കുറച്ച് അംശമൊക്കെ അവിടെ ഇവിടെയൊക്കെ ബാക്കി ഉണ്ടാവില്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ സൂപ്പർ ജെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും, 100% ബാക്ടീരിയ ഫ്രീയും ആവും. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഇതും ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. കേരള ഡിഷിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ വെളിച്ചെണ്ണ. നിങ്ങൾ ആയുർവേദത്തിലൊക്കെ നമ്മൾ ഒരുപാട് അല്ലേ ഉപയോഗിക്കുന്ന ഇത്രയും നല്ല ഒരു കണ്ടന്റ് വേറെ ഇല്ല അല്ലെ. അസുഖങ്ങൾ അകത്തും പുറത്തും അല്ലെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്യുവർ തേങ്ങ എണ്ണ, വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. ഇനി കുറച്ച് കടുക്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ കടുക് ഇട്ടതിന് ശേഷം ഇത് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. സ്ക്രാമ്പിൾഡ് എഗ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ചുമ്മാ നമ്മളൊന്ന് വിസ്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ ഈ സ്ക്രാമ്പിൾഡ് എഗ് ഫോമിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്കി പച്ചക്കറികളൊക്കെ ഇടാം. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെ അരിഞ്ഞിട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടാണ്. ആദ്യം ക്യാബേജ്, ക്യാരറ്റ്, ചീര, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളിയും മല്ലിയില മാത്രം ലാസ്റ്റ് നമ്മൾ ഇടുന്നതാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് കുറച്ചേ ഇടുള്ളൂ, കാരണം വാവയുള്ളതല്ലേ എന്തായാലും പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ എഗ്ഗും വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ മിക്സായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ച നൂഡിൽസാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ഇടുവാണേ. അപ്പോൾ നമ്മുടെ കേരള നൂഡിൽസ് റെഡിയായി. അപ്പോൾ എത്ര പെട്ടെന്ന് 2 മെയിൻ കോഴ്സ് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്, ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ. ഇതൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ അതെ. അപ്പോൾ ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ റെഡി.
അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ശുഭമുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്, കണ്ടില്ലേ, വേർത്തൊലിച്ചു. ഇനി അനീഷ വന്ന് കുറച്ച് വേർക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സോ ലഞ്ച് ബോക്സ് കോൺടെസ്റ്റ് വിന്നർ ആണല്ലോ അനീഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് ആ പൊട്ടേറ്റോ റൈസ് ഉണ്ടാക്കുന്നതെന്ന്. തുടങ്ങിയാലോ? ഓക്കെ.